ഈ അടുത്തിടെയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ന്യൂസുണ്ട്. അതെല്ലാ വാർത്താ മാധ്യമങ്ങളിലും, അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പറുകളായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർച്ചകൾക്കിടയിലായിക്കോട്ടെ, ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ന്യൂസുണ്ട്. ഈ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല, നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഒരു കസേരയിട്ട് കുറച്ച് നേരം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പിറ്റേന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് അവിശ്വസനീയമായ കുറേ കാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഗൂഗിൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വാക്ക് അന്ന് ലക്ഷദ്വീപ് എന്നതായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കത് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പുരയിടത്തിനകത്ത് നമ്മൾ പോയി ഒരു സ്ഥലത്ത് പോയി കുറച്ച് നേരം ഇരുന്നു, ഇച്ചിരി നേരം കാറ്റടി കൊണ്ടു. ഇതിൻ്റെ പുറത്ത് അപ്പുറത്തെ അയലോക്കക്കാരൻ വന്നിട്ട് ഭയങ്കര ബഹളം വെച്ചിട്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ? അല്ലെങ്കിൽ നമ്മുടെ അയലോക്കക്കാരൻ എന്തിനാണ് നമ്മളോട് ഈ വഴക്ക് തല്ലുപിടിക്കാൻ വരുന്നത് എന്നൊക്കെയുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെക്കാട്ടി ഇപ്പം ഞാൻ ഇത്രയും ലേറ്റായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. പക്ഷേ നമ്മൾ എന്നെപ്പറ്റി ഒരു അഭിപ്രായം പറയുമ്പോൾ കൃത്യമായ രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് അതിൻ്റെ കോർ കൺസെപ്റ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു സ്ഥലമാണ് അല്ലെന്നേ പറയുന്നില്ല, വളരെ മനോഹരമായിട്ടുള്ള 10,300 ദ്വീപുകളിൽ ഏകദേശം 100 ദ്വീപുകളിൽ മാത്രം ജനങ്ങൾ താമസിക്കുന്ന ഒരു ദ്വീപാണ് മാലദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തലസ്ഥാനം ട്രിങ്കോമാലി എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ തലസ്ഥാനം. അപ്പോൾ അവിടുത്തെ ഇതിനെ പല ഐലൻഡുകളെ അറിയപ്പെടുന്നത് തന്നെ റിസോർട്ട് ഐലൻഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ GDP ഏകദേശം 28%, അതായത് മൊത്തം രാജ്യത്തിൻ്റെ GDP 28%. അതേപോലെ തന്നെ ടാക്സിൻ്റെ 90% കിട്ടുന്നത് ടൂറിസത്തിലൂടെയാണ്. അപ്പോൾ ആ ടൂറിസത്തിനെതിരെ അവർക്കൊരു ചലഞ്ച് എന്ന് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരങ്ങളിലൊന്നായ സ്ഥലങ്ങളാണ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു കാര്യം. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി പോയി അവിടെ ഇരുന്നുണ്ട് 4 ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ആൻഡ് അജിറ്റേഷൻ. ഇത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇറിറ്റേഷനാണ്. ഓക്കെ, എനിക്ക് കിട്ടേണ്ട പൈസ അങ്ങോട്ട് പോവുകയാണല്ലോ എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അതിനകത്ത് ഇവിടെ പ്രശ്നം എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളുമായിട്ടുള്ള ഇഷ്യൂസ് പോലുള്ള ഇൻ്റർനാഷണൽ അഫെയറുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്കൊന്നും 80% ടിക്കറ്റുകൾ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. മാലിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ട്രാവൽ ഗ്രൂപ്പുകൾ തന്നെ ഇത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നേരത്തെ പൈസ കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളൂ, ഞങ്ങൾ പൈസ തരാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സംവിധാനമായിട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ 2 ആസ്പെക്റ്റുകളുണ്ട്. ഈ ആസ്പെക്റ്റ് എന്താണെന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ടെക്നിക്കലി ഉള്ള കാര്യമുണ്ട്, അതിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഇഷ്യൂസ് ഉണ്ട്, ഹൈഡ് ചെയ്ത് വിട്ടിരിക്കുന്ന കുറേ അപകടങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളെപ്പറ്റിയും ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം 1.5 മീറ്റർ മാത്രം ഉയരത്തിലാണ് ഈ സാധനം ഉള്ളത്. 2100 കൂടി ഈ പറയുന്ന സാധനം 2.5 മീറ്റർ ഉയരുമ്പോൾ കടൽ ഉയർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സാധനം പിന്നെ മേലെ കാണത്തില്ല. 2 ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ 6.5 ഒരു റിക്ടർ സ്കെയിലൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതുകൊണ്ടൊരു 9 അടിക്കുന്നുണ്ട്. നാളെ മുതൽ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനം. അതുകൊണ്ട് ഹണിമൂണൊക്കെ ആയിട്ട് പോകുന്നതിന് മുമ്പിട്ട് ആലോചിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ചോദിക്കും, ഇതേപോലെ തന്നെ ഒരു സ്ഥലമല്ലേ നിങ്ങൾ ഈ പറയുന്ന ലക്ഷദ്വീപ് എന്ന്? മണിക്കൂറുകൾ കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്ന ഇന്ത്യ പോലെ ബാക്കപ്പുള്ളൊരു രാജ്യത്ത് നമ്മൾ പോകണോ? അതോ നമ്മൾ ഒന്നും അല്ലാതെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ സപ്പോർട്ടിൽ ഇരിക്കുന്ന നമ്മുടെ ഈ പറയുന്നത് പോലുള്ള സംഭാവനകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു പട്ടിണ രാജ്യത്ത് കുറച്ച് മനോഹരമാണെന്ന് പറഞ്ഞിട്ട് പോകണമെന്നുള്ളത് അവനവൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ പോകണോ വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതിൽ പർട്ടിക്കുലർ റിസംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐ എം ടെല്ലിംഗ് ദ ട്രൂത്ത് ആൻഡ് റിയാലിറ്റി. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1980-കളിൽ ഇവിടെ നടന്നിരുന്ന ഓപ്പറേഷൻ കാക്ടാക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് അവിടെ ഒരു ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നത്. 2 അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടുത്തെ ശ്രീലങ്കയുടെ സഹായത്തോടു കൂടി അവിടുത്തെ പണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അവിടെ ഒരു സ്വാശ്രയ സംവിധാനത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ 1600 പാരാ ട്രൂപ്പേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയാണ് അവിടെ ജനാധിപത്യം എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഓഫ് ദാറ്റ് കൺട്രി based only on one country, that is India, that was India. അപ്പം ലോകത്തുള്ള പല രാജ്യങ്ങളും അവരെ അപ്രോച്ച് ചെയ്തിരുന്നു, ആരും തന്നെ അവരെ കൈ കൊടുത്തില്ല. അതിൽ നിന്ന് അവരെ കൈപിടിച്ച് കയറ്റി ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. ഒന്നാമത്തെ കാര്യം അവർ മറന്നുപോയത്. 1. 2 2004 സുനാമി ലോകമെമ്പാടും അടിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായിരുന്ന സുനാമി അടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ വെള്ളം എന്ന് പറയുന്നത് 4 സൈഡിലും കടലാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ദ്വീപാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് കടൽ വെള്ളത്തിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ ഓപ്പറേഷൻ നീർ എന്ന പേര് ഷിപ്പ് കണക്കിന് നമ്മൾ ഇതുപോലെ വെള്ളം അവിടെ എത്തിച്ചുവിടുന്ന ഓപ്പറേഷൻ നീർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ അതേ സമയത്ത് തന്നെ നമ്മൾ ഏകദേശം $100 മില്യൺ ഇക്വലൻ്റായിട്ടുള്ള
മെഡിസിനും അതുപോലെ തന്നെ അതിൻ്റെ ഹെൽപ്പും നമ്മൾ കൊടുത്തിരുന്നു. ഇത്രയും ചെറിയൊരു രാജ്യത്തിന് വേണ്ടി ഇന്ത്യ പോലൊരു വലിയ രാജ്യം എന്തിനാണ് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവരെ എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത്? ഒരുപക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും നമ്മളെന്തുകൊണ്ടാണ് ചേർത്ത് പിടിക്കുന്നത്? ഇനിയാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ പെർട്ടിക്കുലർ പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ട്രേഡ് റൂട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ആണ്. ഇവിടെ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ചൈനയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖത്ത് ഇനി ആരെയും മൂത്രം ഒഴിക്കണമെന്നുള്ളത് ചൈന പറയും. ഇപ്പോൾ ഇനി ചൈന വീണ്ടും ശ്രമിക്കുന്നത് 2 ബ്രിഡ്ജുകൾക്ക് വേണ്ടി GDP-യുടെ 28% മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ രണ്ട് ദ്വീപുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് 1.2 ബില്യൺ പ്രോജക്റ്റ് നടത്തി. എന്തിനു വേണ്ടി ഇതൊക്കെ നടത്തുന്നുള്ളത് സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള 10 വയസ്സുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ഇതൊന്നും അവർക്കും അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഈ ഒരു കണ്ടീഷന് ചില കാര്യങ്ങൾ ചെയ്യാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫാക്റ്റ് പറഞ്ഞു, ഇനി അതിനകത്തുനിന്നുണ്ടായിരിക്കുന്ന റിയാലിറ്റി പറഞ്ഞു, അതിൻ്റെ പിന്നാമ്പറ കഥകൾ പറഞ്ഞു, ഇനി അതിൻ്റെ അപകടങ്ങളിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ഭീകരമായ ഒരു അപകടമാണോ എന്ന് ചോദിച്ചാൽ ഭീകരമായ, ഇന്ത്യ പോലെ ശക്തമായ ഒരു രാജ്യത്തിന് അത്രത്തോളം വളരെ ഭീകരമായ ഒരു അപകടം അല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ഏറ്റവും കോർ കൺസെപ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ കോറായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയയാണ്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ട്രേഡ് റൂട്ടിൽ അങ്ങനെ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളോ മറ്റൊരു നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ അവരുടെ അധീനതയിലോ ആവുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഇന്ത്യക്ക് സംബന്ധിച്ചത് എപ്പോഴും ത്രെട്ടാണ്. ആണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ത്രെട്ട് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ടോ മിനിറ്റുകൾ കൊണ്ടോ ഇന്ത്യക്ക് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇന്ത്യ പോലെ ഒരു സാംസ്കാരിക പ്രാധാന്യമുള്ള ഇന്ത്യ പോലെ ലോകരാജ്യങ്ങൾക്കിടയിൽ അത്രയും മതിപ്പുള്ളൊരു രാജ്യത്തിന് ഇത് മിനിറ്റ് വെച്ച് തീർക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി വിളിക്കുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ പ്രശ്നങ്ങൾ. നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു, വെള്ളം വെക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ഉണ്ടാക്കുന്നു, ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിന് ആക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ മാത്രം എടുത്താൽ മതി. 5 കൊല്ലം ഇവനാണ് ഭരിക്കുന്നതെങ്കിൽ 5 കൊല്ലം മറ്റവരായിരിക്കും ഭരിക്കുന്നത്. നോർമലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന 2023 ഭരണകക്ഷി എന്ന് പറയുന്നത് അവർ ചെയ്തിരുന്ന ആൻറ്റി ഇന്ത്യ, അതായത് ഒരു പ്രാവശ്യം നമ്മളെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരായിട്ട്, കാരണം അത് ഒരു വോട്ട് ബാങ്കിങ്ങിൻ്റെ പരിപാടിയായിട്ട് ആൻറ്റി ഇന്ത്യ എന്ന് പറയുന്നൊരു സംവിധാനം. യഥാർത്ഥത്തിൽ എന്താ ആൻറ്റി ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ വിളിച്ചിട്ട് സമ്മാനം കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് ഹെലികോപ്റ്ററുകളും കുറച്ച് യുദ്ധവിമാനങ്ങളും അതുപോലൊക്കെ കൊടുത്തിട്ട് ഏകദേശം 70-75 എണ്ണം മാത്രം സോൾജേഴ്സിനെ അവർക്ക് പരിശീലിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ ഇതിനെ അവരെന്ത് കഴിഞ്ഞാൽ അന്ന് അവർ പ്രതിപക്ഷം, ഇന്നത്തെ ഈ ഭരണപക്ഷം അന്ന് പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഇന്ത്യക്ക് മുൻപിൽ ഇവരെല്ലാവരും അവരുടെ പപ്പറ്റാണ്, അടിയറ വെച്ചിരിക്കുകയാണ്, അതാണ് ഇതാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വോട്ട് മറിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ ഇതിപ്പോൾ പിന്നെ ഏതോ ഒരു സിനിമയ്ക്കകത്തില്ല പുള്ളി പറഞ്ഞിട്ട് വിട്ട് സുനെ കെണി പെട്ടെന്ന് പറഞ്ഞിട്ട് വിട്ട് അപ്പോൾ സുനെ വരാൻ വയ്യ അല്ലെ കെണിയും കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈവൻ ദോ എന്ന് പറഞ്ഞപ്പോഴും ഇന്ത്യയെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യത്തിനോ ശത്രുവാക്കുന്നതിനോ അവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ 3 പേരെ അവരവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ ഞങ്ങളൊരു ആക്ഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇന്ത്യയെ സമാധാനിപ്പിക്കുകയും എന്നാൽ അവർ അധികാരത്തിൽ വന്ന ജനങ്ങളെ അവർക്ക് സൂചിപ്പിക്കുകയും വേണം. ഇത് കുറച്ച് നാളത്തേക്കേ കാണത്തുള്ളൂ. പക്ഷേ ആ കുറച്ച് നാൾ കൊണ്ട് ഇവരുടെ സാമ്പത്തിക അവസ്ഥ എവിടെ എത്തും എന്നുള്ളത് അവർ മറന്നാണ് പ്രവർത്തിച്ചത്. കാരണം ശക്തനായ ഒരുത്തനോട് ഏറ്റുമുട്ടുമ്പോൾ ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് ഒന്നിൽ അതിലും ശക്തനായ ഒരുത്തനോട് ഏറ്റുമുട്ടാൻ ആ കൂട്ട് പിടിക്കുമ്പോൾ അവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇത്രേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ രാജ്യത്തേക്ക് അവിടെ ഏത് ഭരണത്തിൽ ഏത് കക്ഷി അധികാരത്തിൽ വന്നാലും ആദ്യം ഇന്ത്യ ആയിരുന്നു സന്ദർശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ ആദ്യം ഒന്ന് ചൊറിയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തുർക്കി പോകണം, അതിനുശേഷം ചൈനയിൽ പോകണം. ഇത് രണ്ടും പോകുമ്പോൾ ഇന്ത്യ വലിയ വലിയ ഓഫറുകൾ അവർക്ക് അങ്ങോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. ഒരു എക്സ്പെക്റ്റേഷനാണെന്നേ. ഇത് നമുക്ക് മുൻകൂട്ടി നീക്കിയുള്ളൊരു എയറാണ് എറിഞ്ഞത്. പക്ഷേ ഈ മോദിയെ പോലെ ഒരാൾ ഈ എയറിനകത്ത് പെട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവസാനം ഫലത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ 80%-90% കിട്ടുന്ന ടാക്സും പോയി കിട്ടി. അവരുടെ ഈ പറഞ്ഞ 24% GDP എന്ന് പറയുന്നത് ഇടിഞ്ഞ് താഴെ വരികയും ചെയ്തു. സ്വാഭാവികമായിട്ടും ലോകം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും കറങ്ങും. ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ കൂടുതൽ നല്ല സൗഹൃദത്തിലിരിക്കുന്ന നല്ല രാജ്യങ്ങളായി പോകും. ആരോടും വഴക്കുണ്ടാക്കണമെന്നും വയ്യാവിലുണ്ടാക്കണമെന്നും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം. അവിടെ നമുക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ചിന്തയില്ല, സംസ്കാരമില്ല, ഒന്നുമില്ല. നമുക്ക് നമ്മുടെ രാജ്യം മാത്രം. അപ്പോൾ കുറച്ച് നാളത്തേക്ക് പെർട്ടിക്കുലർലി ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ്, ചെറിയതായിട്ട് ഞാൻ പറയുന്നതാണ്. കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് അപകടം പിടിച്ച സ്ഥലങ്ങളായാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോലും പ്രൊട്ടക്ഷൻ കിട്ടാത്ത ഇതുപോലുള്ള രാജ്യങ്ങളിലോട്ടൊന്നും നമ്മൾ പോവാതെ നമ്മുടെ സ്വന്തമായി നമ്മുടേത് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന മനോഹരങ്ങളായിട്ടുള്ള നമ്മുടെ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും നല്ലത്. അപ്പോൾ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.